ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. സവാള ചേർത്ത് ഒന്ന് വഴറ്റിയാൽ ഉടൻ തന്നെ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് വഴറ്റാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകൾ നല്ലതായിട്ട് തന്നെ വഴണ്ട് കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാല കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയതിന് ശേഷം തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഈ ഒരു സമയത്ത് തന്നെ 3 കോഴിമുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൂടെ വെക്കാം. ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയിലേക്ക് തണുത്ത് വന്ന വഴറ്റിയ ചേരുവകൾ ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നും മുട്ട ബാറ്ററിലേക്ക് മുക്കിയിട്ട് പാനിലേക്ക് മാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 പീസുകൾ പാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയും കുറച്ച് മുട്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കാം. നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാവരും വീഡിയോകൾ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ട്രൈ ചെയ്യണേ.